ചലച്ചിത്ര അവാർഡ് നിർണയത്തിന് പുതിയ രീതി. മലയാള സിനിമാ മേഖലയ്ക്ക് ഇപ്പോൾ റെക്കോർഡുകളുടെ കാലമാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്തത് മലയാള സിനിമയിലായിരുന്നു. ഇതിനു പുറമെ ഇത്തവണ സംസ്ഥാന അവാർഡ് നിർണയത്തിനെത്തിയ സിനിമകളുടെ എണ്ണവും സംഘാടകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇക്കുറി 85 സിനിമകളാണ് അവാർഡിന് മത്സരിക്കാനായി എത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്രയധികം സിനിമകൾ കണ്ടു തീർക്കാൻ ഒരു സമിതിയെ കൊണ്ട് സാധിക്കാത്തതിനാലാണ് 2 ഘട്ടങ്ങളിലായി അവാർഡ് നിർണയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യമായാണ് ഇങ്ങനെയൊരു രീതി പരീക്ഷിക്കുന്നത്. ആദ്യഘട്ടമായി മത്സരിക്കാനെത്തിയ സിനിമകളെ 2ആയി വിഭജിച്ച് 5 അംഗങ്ങൾ വീതമുള്ള 2 സമിതികൾ കാണും. തുടർന്ന് അവരുടെ മാർക്കും വിലയിരുത്തലുകളും പ്രധാന ജൂറിക്ക് കൈമാറും. ആദ്യ ജൂറിയുടെ വിലയിരുത്തലുകൾ അനുസരിച്ച് പ്രധാന ജൂറിക്ക് ഏത് സിനിമ വേണമെങ്കിലും കാണാനുള്ള അധികാരമുണ്ട്. കേന്ദ്ര അവാർഡിനും മറ്റും പിന്തുടരുന്ന ഈ രീതി അവാർഡ് നിർണയം കുറ്റമറ്റതും വേഗത്തിലുമാക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അവാർഡ് നിർണയത്തിലെ പുതിയ പരിഷ്കാരം സംബന്ധിച്ച് ചലച്ചിത്ര അക്കാദമി നൽകിയ നിർദ്ദേശങ്ങൾക്ക് സിനിമാ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.